Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി പയ്യന്നൂർ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു വിതരണ കേന്ദ്രം സജ്ജീകരിച്ചിരുന്നത്. വോട്ടെടുപ്പിന് ഒരു ദിവസം മുൻപ് തന്നെ രാവിലെ മുതൽ വിതരണ കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നു. ബാലറ്റ് യൂണിറ്റുകൾ, കൺട്രോൾ യൂണിറ്റുകൾ, വിവിപാറ്റ് മെഷീനുകൾ എന്നിവയ്ക്കൊപ്പം തിരഞ്ഞെടുപ്പ് രേഖകളും ഉദ്യോഗസ്ഥർക്ക് കൈമാറി. ഉച്ചയ്ക്ക് മുൻപ് തന്നെ എല്ലാ സംഘങ്ങളും അതാത് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് പുറപ്പെട്ടു. തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ മണ്ഡലത്തിലുടനീളം ശക്തമായ സുരക്ഷാ വലയമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സെൻസിറ്റീവ് ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണവും അധിക പോലീസ് വിന്യാസവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വോട്ടിംഗ് കമ്പാർട്ട്മെന്റിന് ഒട്ടിക്കണം. ഒപ്പം മേടിച്ചാൽ നിങ്ങൾ വാങ്ങി അവർക്ക് മെറ്റീരിയൽ നൽകുക, ചെക്ക് ചെയ്യാനുള്ള. ഇലക്ഷൻ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ. പോളിംഗ് സ്റ്റേഷനുകളിൽ ആവശ്യത്തിനുള്ള പോലീസ് സേനയെ ക്രമീകരിച്ചിട്ടുണ്ടെന്നും പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയും ബൂത്തുകളിൽ 2 ക്യാമറയുള്ള വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. പയ്യന്നൂരിൽ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ നിരീക്ഷിക്കാനായി എത്തിയതായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഒരുക്കങ്ങൾ പൂർത്തിയായി? അപ്പോൾ പയ്യന്നൂർ മണ്ഡലത്തിലെ ഇലക്ഷൻ നമ്മൾ ബാക്കിയുള്ള മണ്ഡലങ്ങളെ പോലെ തന്നെ നാളെയാണ് നടക്കുന്നത്. അപ്പോൾ 192 പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള മെറ്റീരിയലുകൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പോളിംഗ് സ്റ്റാഫിനുള്ള ട്രെയിനിങ് ലഭിച്ച എല്ലാവരും 3 റൗണ്ട് ട്രെയിനിങ്ങിന് ശേഷം അവരിന്ന് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും നമ്മൾ കേന്ദ്രസേനയുടെ സഹായത്തോടുകൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് വന്ന് നിങ്ങളുടെ വിലയേറെ വോട്ടുകൾ രേഖപ്പെടുത്തുന്ന റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ജില്ലയിൽ നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം ഉണ്ടാവും. വളരെ സമാധാനപരമായിട്ടുള്ള ഇലക്ഷൻ നടക്കുമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അതിനുള്ള എല്ലാ സഹകരണവും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നു. ക്രമസമാധാന പാലനത്തിനായിട്ട് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്? അത് നമ്മൾ ഓരോ ബൂത്തിൻ്റെയും ഒരു ക്രിട്ടിക്കാലിറ്റി, സെൻസിറ്റിവിറ്റി പരിശോധിച്ചുകൊണ്ട് അവിടെ ആവശ്യമുള്ള പോലീസിനെ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകൾ എന്നുള്ളത് ഒബ്സർവർമാരുടെ നേതൃത്വത്തിൽ ഫൈനലൈസ് ചെയ്ത ലിസ്റ്റ് പ്രകാരം ഒരു കേന്ദ്രസേനയുടെ ഹാഫ് സെക്ഷൻ അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അതേപോലെ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ്, 2 ക്യാമറയുള്ള വെബ്കാസ്റ്റിംഗ് ഫെസിലിറ്റി ഉണ്ട്. അതേപോലെ പ്രശ്നങ്ങളുള്ളവർക്ക് മൈക്രോ ഒബ്സർവർമാരുടെ ഒബ്സർവർമാരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ അവിടെ കൊടുക്കുന്നു. എല്ലാ രീതിയിലും പ്രശ്നബാധിത ബൂത്തുകളിൽ ഉള്ള സജ്ജീകരണം റെഡിയാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ 3000-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടെന്നും എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടെന്നും കണ്ണൂർ SP അനുജ് പലിവാൾ. സമാധാനപരമായി തന്നെ ജില്ലയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും SP വ്യക്തമാക്കി. ഇലക്ഷൻ ബന്ധമായിട്ട് കണ്ണൂർ റൂറൽ ജില്ലയിൽ മോർ ദാൻ 3000 ഓഫീസേഴ്സ് ഡിപ്ലോയ് ആയിട്ടുണ്ട്. എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സ് വളരെ എക്സ്റ്റെൻസീവ്ലി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ആർ ഹോപ്പിംഗ് ദാറ്റ് കണ്ണൂരിൽ വളരെ പീസ്ഫുൾ ആയിട്ട് ഇലക്ഷൻ പോകും. കോറോം നെല്ലിയാട്ടെ പോലീസ് ഡബിംഗ് യാർഡിൽ വൻ തീപിടുത്തം. 100-ലധികം വാഹനങ്ങൾ കത്തിയമർന്നു. വിവിധ കേസുകളിലായി പയ്യന്നൂർ പോലീസ് പിടിച്ചെടുത്ത് സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾക്കാണ് തീപിടിച്ചത്. കോറോം നെല്ലിയാട്ടെ പോലീസ് ഡംപിംഗ് യാർഡിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 100-ലധികം വാഹനങ്ങൾ കത്തിയമർന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. വിവിധ കേസുകളിലായി പയ്യന്നൂർ പോലീസ് പിടിച്ചെടുത്ത് സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾക്കാണ് തീപിടിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. 100-ലധികം വാഹനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഏകദേശം 300ഓളം വാഹനങ്ങളാണ് ഈ യാർഡിൽ ആകെ ഉണ്ടായിരുന്നത്. പയ്യന്നൂര്, തൃക്കരിപ്പൂര്, കാഞ്ഞങ്ങാട്, പെരിങ്ങോം, തളിപ്പറമ്പ്, കണ്ണൂര്, മട്ടന്നൂര് നിലയത്തിൽ നിന്നുള്ള 10ഓളം യൂണിറ്റുകൾ ഇവിടെ സ്പോട്ടിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 1.5 കൂടിയിട്ടാണ് തീപിടുത്തം ഉണ്ടായത്. ഈ ഒരു നല്ല ചൂടിലും അതുപോലെ വാഹനങ്ങൾ ഡംപ് ചെയ്ത സ്ഥലമായതിനാലും തീ പെട്ടെന്ന് തന്നെ അണക്കാനുള്ള ഒരു സാഹചര്യം കുറവായിരുന്നു. ഉച്ചയോടെ പടർന്നു പിടിച്ച തീ നിമിഷങ്ങൾക്കകം ആളിപ്പടരുകയായിരുന്നു. വിവരമറിഞ്ഞ ഉടൻ പയ്യന്നൂരിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി ഫയർഫോഴ്സിന്റെ 4 യൂണിറ്റുകൾ സ്ഥലത്തെത്തി. യാർഡിലുണ്ടായിരുന്ന 300ഓളം വാഹനങ്ങളിൽ 100-ലധികം എണ്ണം തീ വിഴുങ്ങി. വേനൽ ചൂട് കടുത്ത സാഹചര്യത്തിൽ യാർഡിലെ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചതാണോ അതോ മറ്റെന്തെങ്കിലും കൊണ്ടാണോ തീപിടുത്തമുണ്ടായതെന്ന് വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. TA മധുസൂദനൻ, PK ശ്രീമതി ടീച്ചർ, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. ഇന്നലെ ഉച്ച മുതലാണ് ഇവിടെ കോറോം മുതിയലത്ത് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 10-46 ഏക്കർ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണ്. കഴിഞ്ഞ വർഷവും ഇവിടെ സമാനമായ നിലയിൽ തീപിടുത്തം ഉണ്ടായതാണ്. പക്ഷേ അന്ന് വളരെ പെട്ടെന്ന് തന്നെ തീ അണക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് വന്ന് തീ അണച്ച് പോയതാണ്. ഇനി ഒരു രാത്രി വീണ്ടും ചെറിയ കനൽ ആളിപ്പടർന്ന് തീ വ്യത്യസ്ത നിലയിലേക്ക് പടരുന്നിടയുണ്ടായി. രാത്രി ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ ഉണ്ട്, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് ആരോപണം. സ്വാമിമുക്കിലെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. വ്യാജാരോപണത്തിന്റെ പേരിൽ പോലീസ് നടത്തിയ നടപടിക്കെതിരെ LDF പരിശോധന രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇത് പയ്യന്നൂരിലെ വോട്ടർമാരെ അവഹേളിക്കുന്ന സമീപനമാണെന്നും നേതാക്കൾ ആരോപിച്ചു. ഇവിടെ പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പിൽ നുണപ്രചാര വേലകളും അപവാദങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടുള്ള നീക്കമാണ് കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി 2 വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തി. പോലീസിന് ഒന്നും കണ്ടെടുക്കാൻ പറ്റിയില്ല. ഒരു വ്യാജ പരാതി ഏതെങ്കിലും കോടതി ലഭിക്കുമ്പോൾ ഉടനെ ഇലക്ഷൻ കമ്മീഷൻ അതിലിടപെടുക, അർദ്ധരാത്രിയിൽ പോലീസ് പോയി വീട് റെയ്ഡ് ചെയ്യുക, ഇതൊന്നും ഒരു സാധാരണ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാത്ത കാഴ്ചകളാണ്. ഇങ്ങനെ ആർക്കും വേണമെങ്കിൽ ആരെക്കുറിച്ചും പരാതികൾ കൊടുക്കാം. ഏത് വീട്ടിലും രാത്രിയിൽ പോലീസിന് കയറി പരിശോധിക്കാം. ഇത് പയ്യന്നൂരിലെ വോട്ടർമാരെ, പ്രബുദ്ധരായ ജനതയെ അവഹേളിക്കുന്നൊരു സമീപനമാണ്. നുണപ്രചരണവും അപവാദവും മാത്രം ഒരു തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുന്നത് ഒരിക്കലും ഒരു സംശുദ്ധമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിന് ഗുണകരമായ കാര്യമല്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇവിടെ പോലീസ് റെയ്ഡ് നടത്തിയിട്ട് എന്താണ് അവർക്ക് കിട്ടിയത്? ഇടതുപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ ജയിക്കാൻ ഒരു തെറ്റായ രീതിയും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ശക്തമായ അടിത്തറ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ കേട്ടവാദി കേൾക്കാത്തവാദി ഇത്തരത്തിൽ പോലീസ് എടുത്തുചാടി നിലപാട് സ്വീകരിക്കുന്നത് ഗുണകരമല്ല. ആദ്യം അതിൻ്റെ വസ്തുതയെക്കുറിച്ചൊരു പ്രാഥമികമായ പരിശോധന നടത്തണം. അത് നടത്താതെ ഇങ്ങനെ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന സമീപനമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളും പോലീസും സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള കടുത്ത പ്രതിഷേധം ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന കാര്യം ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണമെന്ന കാര്യം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഇത്തരത്തിൽ വ്യാജ കാർഡ് ഉണ്ടാക്കുന്നുവെന്ന് AICCയുടെ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു. ഞങ്ങൾ ഈ പയ്യന്നൂരിലെ മാധ്യമപ്രവർത്തകരെ മുഴുവൻ ആ ഓഫീസിലേക്ക് ക്ഷണിച്ചു വരുത്തി. ഓഫീസിൻ്റെ ഓരോ മുറിയും പരിശോധിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ കാര്യം ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഓഫീസിൻ്റെ നേരെ ഒന്ന് പറഞ്ഞു. അത് കള്ളക്കഥയാണെന്ന് പൊളിഞ്ഞപ്പോൾ ഇവിടെ പാർട്ടി പ്രവർത്തകരുടെ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന
പാർട്ടി പ്രവർത്തകരുടെ വീട് പറഞ്ഞ് പരാതി കൊടുത്ത് അവിടെ റെയ്ഡ് ചെയ്യിക്കുകയാണ്. ഇത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിന് മുന്നിലൊന്നും ഈ പയ്യന്നൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ തെറ്റിദ്ധരിക്കപ്പെടാൻ പോകുന്നില്ല. ഇത് നുണപ്രചരണമാണ് എന്ന് ഈ പോലീസ് റെയ്ഡിലൂടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെയും പോലീസിനോടും പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ആരെങ്കിലും ഒരു ഫോൺ വിളിച്ചോ ഒരു മെയിൽ ചെയ്തോ ഒരു പരാതി കിട്ടുമ്പോൾ ഉടനെ ഇറങ്ങി പുറപ്പെടുന്നത് അതൊരു ശരിയായ നിലപാടാണോ? ഇങ്ങനെയാണെങ്കിൽ തിരിച്ചും ആർക്ക് നേരെയും പരാതികൾ വരാമല്ലോ. അങ്ങനെ പരാതി കൊടുത്ത് വീട് അർദ്ധരാത്രി പോയി കടന്നു ഇറങ്ങുന്നവരെ തട്ടി വിളിച്ച് പരിശോധിക്കുന്ന രീതി എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഈ നുണപ്രചരണങ്ങൾ ഇവിടെ വിലപ്പോവില്ല. അതിനോട് ഞങ്ങൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഈ കള്ളപ്രചാര വേലകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന പൂർണ്ണ വിശ്വാസം. പയ്യന്നൂരിലെ കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ഭൂരിപക്ഷം ഞങ്ങളുടെ തൊട്ടടുത്ത എതിരാളിയേക്കാൾ 10,000 വോട്ട് അധികമാണ്. എതിരാളിക്ക് 40,000 വോട്ട് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഭൂരിപക്ഷം 50,000 ഒരുപക്ഷെ നെക്ക് സീറ്റിലാണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആരോപണമായിട്ടെങ്കിലും വരാം. ഞങ്ങൾക്ക് എതിരാളിയേക്കാൾ 10,000 വോട്ട്, എതിരാളിയേക്കാൾ കിട്ടിയ വോട്ടിനേക്കാൾ 10,000 ഭൂരിപക്ഷം തന്നെ കിട്ടുന്നു. 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എടുത്ത് ഈ ഒരു കാർഡ് നടത്തുമെന്ന് പറയുന്നത് സാമാന്യമായിട്ട് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തെറ്റായ പ്രചരണമാണ്. ഇതിലൊരു വസ്തുതയില്ല. ഇതിനകത്ത് ഈ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ്. ജനങ്ങൾ ഇതിന് ബാലറ്റിലൂടെ പ്രതികരിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. തിരഞ്ഞെടുപ്പിന്റെ ആവേശവും രാഷ്ട്രീയ ചർച്ചകളും ഒരു വശത്ത് കൊഴുക്കുമ്പോഴും പയ്യന്നൂരിന്റെ തെരുവുകളിൽ വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ സജീവമാകുന്നു. വിഷുക്കണി ഒരുക്കാൻ മനോഹരമായ കൃഷ്ണ വിഗ്രഹങ്ങളുമായി ഇത്തവണയും അന്യസംസ്ഥാനക്കാരായ വിൽപ്പനക്കാർ പയ്യന്നൂരിൽ എത്തിക്കഴിഞ്ഞു. വിഷുവിനെ വരവേൽക്കാനൊരുങ്ങുന്ന പയ്യന്നൂരിലെ തെരുവുകൾക്ക് നിറവും ചലനവും പകരുന്നത് പുറംനാട്ടിൽ നിന്നെത്തിയ വ്യാപാരികളാണ്. ബംഗാൾ, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ലോറികളിലും ചെറിയ വാഹനങ്ങളിലും കൃഷ്ണവിഗ്രഹങ്ങൾ എത്തിച്ച് റോഡരികുകളിൽ താൽക്കാലിക സ്റ്റാളുകൾ ഒരുക്കിയാണ് വിൽപ്പന പുരോഗമിക്കുന്നത്. ചെറുതായി കൈകളിൽ വയ്ക്കാവുന്ന വിഗ്രഹങ്ങളിൽ നിന്ന് ഒരടി വരെ ഉയരമുള്ള വലിയ വിഗ്രഹങ്ങൾ വരെ ഇവരുടെ പക്കൽ ലഭ്യമാണ്. 100 രൂപ മുതൽ 500 രൂപ വരെ വിലയുള്ള വിഗ്രഹങ്ങളാണ് ഇവരുടെ പക്കലുള്ളത്. ഫൈബർ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച വർണ്ണാഭമായ മോഡലുകളും വിപണിയിൽ ശ്രദ്ധ നേടുന്നു. ചില വിഗ്രഹങ്ങൾ കൈപ്പണിയിലൂടെ നിർമ്മിച്ചതിനാൽ അതിൻ്റെ സൗന്ദര്യവും ആകർഷണവും ഏറെയാണ്. പകൽ സമയത്ത് കടുത്ത ചൂടിനെയും മറികടന്ന് വ്യാപാരികൾ വഴിയോരങ്ങളിൽ കാത്തിരിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ തിരക്ക് കൂടുതലാകുന്നുവെന്നാണ് ഇവരുടെ അനുഭവം. ചിലർ വർഷങ്ങളായി വിഷു സീസണിൽ പയ്യന്നൂരിലെത്തുന്ന സ്ഥിരം വ്യാപാരികളാണ്. പാതയോരങ്ങളിൽ നിരത്തിവച്ചിരിക്കുന്ന വിവിധ വലിപ്പങ്ങളിലും ഭംഗിയിലുമുള്ള വിഗ്രഹങ്ങൾ വിശ്വാസികളെ ആകർഷിക്കുന്ന കാഴ്ചയാണ്. ചിലത് പരമ്പരാഗത ശൈലിയിലും ചിലത് പുതുമയാർന്ന വർണ്ണ അലങ്കാരങ്ങളോടെയും ഒരുക്കിയതും ശ്രദ്ധേയമാണ്. വിഷു അടുത്തെത്തുന്നതോടെ വിൽപ്പന ഇനിയും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ആചാരവും ആഘോഷവും വ്യാപാരവും ഒത്തുചേരുന്ന ഈ കാഴ്ചകൾ വിഷുവിൻ്റെ ആത്മീയ സൗന്ദര്യത്തോടൊപ്പം പയ്യന്നൂരിലെ വിപണിക്ക് പുതിയ ഉണർവുകൂടി നൽകുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പോലീസ് ഉദ്യോഗസ്ഥയായ കരിവെള്ളൂരിലെ പി ദിവ്യശ്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് കെ രാജേഷ് കുറ്റക്കാരൻ. ശിക്ഷ ഈ മാസം 10 വിധിക്കും. പോലീസ് ഉദ്യോഗസ്ഥയായ കരിവെള്ളൂർ പല്ലിയേരിയിലെ പി ദിവ്യശ്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് കൊഴുമൽ പെരളത്തെ കെ രാജേഷ് കുറ്റക്കാരൻ. ശിക്ഷ ഈ മാസം 10 പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കും. 2024 നവംബർ 21 വൈകിട്ട് 4 മണിക്കാണ് സംഭവം നടന്നത്. ദിവ്യശ്രീയും രാജേഷും അകന്ന് ജീവിക്കുകയായിരുന്നു. വിവാഹമോചന കേസ് കണ്ണൂർ കുടുംബ കോടതിയുടെ പരിഗണനയിലായിരുന്നു. സംഭവ ദിവസം രാവിലെ ദിവ്യശ്രീ കോടതിയിൽ ഹാജരായി ബന്ധം തുടരാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞു. ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയതിന്റെയും വാങ്ങുന്നതിന്റെയും ഉൾപ്പെടെ CCTV ദൃശ്യം കോടതിയിൽ ഹാജരാക്കി. 102 രേഖകളും 51 തൊണ്ടിമുതലും ഹാജരാക്കിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ വിഷു വിപണനമേള ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പുതിയ തലമുറയെ ആകർഷിക്കുന്നതിനായി നിരവധി വസ്ത്രവൈവിധ്യങ്ങളാണ് ഇത്തവണ ഇവിടെ വിപണനത്തിനുള്ളത്. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന വിഷു ഖാദി മേളയുടെ ഉദ്ഘാടനം പയ്യന്നൂർ ഗ്രാമോദയ ഖാദി അങ്കണത്തിൽ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം പ്രസിഡന്റും കേരള ഖാദി ഫെഡറേഷൻ സെക്രട്ടറിയുമായ EA ബാലൻ നിർവഹിച്ചു. PK സന്തോഷ്, CP അനിൽകുമാർ, C മിനി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പുതിയ തലമുറയെ ആകർഷിക്കുന്നതിനായി വ്യത്യസ്തങ്ങളായ ഒട്ടനവധി ചുരിദാർ മെറ്റീരിയലുകൾ, പുതിയ ഡിസൈനുകളിലുള്ള സാരികൾ, ഷർട്ട് മെറ്റീരിയലുകൾ, കോട്ടൺ ഖാദി വസ്ത്രങ്ങൾ, കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ, മസ്ലിൻ ഡബിൾ ധോത്തികൾ, സിൽക്ക് സാരികൾ, പ്രകൃതിദത്തമായ ഫർക്ക ഡീലക്സ് ഉന്നക്കിടക്കകൾ, വിവിധ ഇനം ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ, മറ്റ് ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങൾ, പൾപ്പ്, ഫൈബർ എന്നിവ കൊണ്ടുള്ള വിവിധ തരത്തിലുള്ള ശ്രീകൃഷ്ണ പ്രതിമകൾ എന്നിവയും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 14 വരെ 30% ഗവൺമെന്റ് റിബേറ്റ് കൂടെ നൽകുന്നുണ്ട്. ഫർക്ക ഗ്രാമോദയ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള വിഷു വിപണന മേളയാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സംഘത്തിൻ്റെ കീഴിലുള്ള കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ള 40ഓളം കേന്ദ്രങ്ങളിൽ വിപുലമായ രീതിയിൽ തന്നെ ഓണം വിപണന മേള ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചത്. മുൻവർഷത്തെ അപേക്ഷിച്ചിട്ട് പുതിയ ജനറേഷനെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ഒട്ടനവധി ചുരിദാർ മെറ്റീരിയൽ, അതുപോലെ സാരി തന്നെ പുതിയ ഡിസൈൻസ്, കലങ്കാരി ഡിസൈൻസ് തുടങ്ങി പുതിയ ന്യൂ ബൂട്ട ഡിസൈൻസ്, അങ്ങനെ ടെമ്പിൾ ബോർഡർ ഡിസൈൻസ് തുടങ്ങി ഏറ്റവും കുറഞ്ഞ ഏകദേശം റിബേറ്റ് കഴിഞ്ഞിട്ട് 980 രൂപ മുതൽ 5000 രൂപ വരെ വരുന്നുള്ള മാക്സിമം നല്ല രീതിയിലുള്ള സാരികൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം സ്വദേശിയായ സുഭാഷ് കെ ചെറുതാഴം കോട്ടക്കുന്നിൽ തന്റെ ജീവിതം പശുക്കളുടെ ലോകവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നെത്തിയ സുഭാഷ് ഇന്ന് പ്രദേശത്തെ ശ്രദ്ധേയനായ ഒരു ക്ഷീര കർഷകനായി മാറിയിരിക്കുകയാണ്. വ്യത്യസ്ത ഇനം പശുക്കളാണ് ഇദ്ദേഹത്തിന്റെ ഫാമിലുള്ളത്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ക്ഷീര കർഷകനെയാണ്. കുഞ്ഞിമംഗലം സ്വദേശി സുഭാഷ് കെ. ഇദ്ദേഹത്തിൻ്റെ ഫാം വരുന്നത് ചെറുതാഴം കോട്ടക്കുന്നിലാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ചേട്ടാ, ഈ ഒരു ക്ഷീരമേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ട് എത്ര വർഷമായി? ഞാനിപ്പോൾ ഒരു 5 വർഷമായി ഇതിലായിരുന്നു. പക്ഷേ ഈ ഫാമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷം, കറക്റ്റ് 2 വർഷം. 15-ാം തീയതിക്ക് 2 വർഷമാകുന്നു. ഈ ഭക്ഷണക്രമങ്ങളൊക്കെ ഈ ഒരു പശുക്കൾക്ക് നമ്മൾ 2 നേരം ഭക്ഷണം, രാവിലെയും വൈകിട്ടും. അതായത് കൊടുക്കുന്നത് പിന്നെ പലറ്റ് കൊടുക്കുന്നുണ്ട്, പിന്നെ ഗോതമ്പ് തവിട്, പിന്നെ ഉണക്കപ്പുല്ല്. നമ്മളിവിടെ കൃഷിയുണ്ട്, പച്ചപ്പുല്ല് കൊടുക്കുന്നുണ്ട്. ഇവിടെ ബാക്കിയുള്ള കൃഷികളൊക്കെ കണ്ടു, പാവൽ ഉൾപ്പെടെയുള്ള കൃഷിയും കണ്ടു. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് ലഭിക്കുന്ന വളങ്ങൾ കൊണ്ട് തന്നെയാണോ അതിലൊക്കെ വളമായിട്ടിടുന്നത്? അതായത് അതിന് വേറെ ഒരു വളം ഉപയോഗിച്ചിട്ടില്ല. നമ്മളിതിനെ കുളിപ്പിക്കുന്ന വെള്ളം ഇതിൻ്റെ മാത്രം അതിന് തന്നെ. കാരണം അത് പറിച്ചാൽ തീരാത്രയും കയ്പുണ്ടായിരുന്നു, പാവലുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഒഴിവാക്കിയിട്ടുള്ളത്, കാരണം അത്രയും പറിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ഇനം പശുക്കളാണ് ഇവിടെയുള്ളത്? ഇവിടെ കൂടുതൽ എച്ചപ്പം, പിന്നെ ജേഴ്സി ഇനത്തിലുണ്ട്, ഗിറുണ്ടെന്ന്. എത്ര ലിറ്റർ പാല് കിട്ടും ഒരു ദിവസം? ദിവസം ഇപ്പോൾ 350 ലിറ്റർ പാൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ വിൽപ്പന ചെറുതാഴം സൊസൈറ്റി മിൽക്കിൽ, ചെറുതാഴം മിൽക്കില്ലേ, ചെറുതാഴം മിൽക്ക്. പിന്നെ ചെറുതാഴം മിൽക്കിൻ്റെ ഒരു ഒറ്റ സഹായം കൊണ്ടാണ് നമ്മൾ ഈ ലെവലെത്തിയത്. 2 വർഷം കൊണ്ട് ഒരു 40 പശുവിലൊക്കെ എത്തിയിട്ടുണ്ട്. കാരണം എല്ലാവിധ സഹായമുണ്ട്. അവരുടെ വേറെ സമിതി എന്ന് വെച്ചാൽ നമുക്കിനി പിന്നെ എന്തെങ്കിലും ലോണിൻ്റെ രീതിയിലായാലും ഒരു പൈസ ആവശ്യം വന്നാൽ അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ സെക്രട്ടറി, പ്രസിഡന്റ് എല്ലാവരും നല്ല സഹായമായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഈ ഒരു മേഖലയിൽ പ്രതികൂലമായി ബാധിക്കാറുണ്ടോ? കാലാവസ്ഥാ വ്യതിയാനം എന്നെ സംബന്ധിച്ച് ഇവിടെ ചില അസുഖങ്ങളില്ല എന്ന് പറയാം. ഞാനിപ്പോൾ 2 വർഷമായി തുടങ്ങിയാലും 1 വർഷത്തിൽ കൂടെ ഇവിടെ ഡോക്ടർ വന്നിട്ടില്ല. കാരണം അങ്ങനെ അസുഖങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ ഞാനിപ്പോൾ ചൂടിന് ഇവിടെ ഒരു മിസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ശരിക്കും മഴ പെയ്യുന്നതൊക്കെ ഫുൾ ടൈം വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട്. ഇദ്ദേഹം ഒരു മാതൃകയായി തീരുകയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ. കരിവള്ളൂർ വീവേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച കൈത്തറി വിൽപ്പന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം റീൽ താരം തമ്പായിയമ്മ നിർവഹിച്ചു. പരമ്പരാഗത കൈത്തറി മേഖലയ്ക്ക് ഊർജമാകുന്നതാണ് നവീകരിച്ച് വിപുലീകരിച്ച പുതിയ കേന്ദ്രം. ഈ കൈത്തറി മേഖലയിൽ വർണ്ണത്തിളക്കമായി മാറിയ കരിവള്ളൂർ വീവേഴ്സ് സൊസൈറ്റിയുടെ ഈ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ച സൊസൈറ്റി അംഗങ്ങൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ. നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും കൊണ്ടാണ്. കരിവള്ളൂർ വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നവീകരിച്ച കൈത്തറി വിൽപ്പന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം റീൽ താരം തമ്പായിയമ്മ നിർവഹിച്ചു. ഒപ്പം റീൽ താരം രഞ്ജി കരിവള്ളൂരും ഉണ്ടായിരുന്നു. പരമ്പരാഗത കൈത്തറി മേഖലയ്ക്ക് ഊർജ്ജമാകുന്നതാണ് നവീകരിച്ച് വിപുലീകരിച്ച പുതിയ വിൽപ്പന കേന്ദ്രം. കരിവള്ളൂർ ബസാർ തെരൂർ റോഡിലാണ് 78 വർഷത്തെ പാരമ്പര്യവുമായി കൈത്തറി തൊഴിലാളികളുടെ കരവിരുതിൽ വിരിഞ്ഞ വിസ്മയിപ്പിക്കുന്ന വസ്ത്രശേഖരമുള്ളത്. സംഘം പ്രസിഡന്റ് KV മാധവൻ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് PV സുകുമാരൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു.
സെക്രട്ടറി എ ബിന്ദു, എ വി ഗോപാലൻ, എ വി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പരമ്പരാഗതമായ തടി കൊണ്ടുള്ള ചിറകൾക്ക് പകരം ഷീറ്റുകൾ കൊണ്ട് ചിറകെട്ടി മാതൃകയാവുകയാണ് ചീമേനി പോത്താങ്കണ്ടത്തെ ഡോക്ടർ ശ്രീകുമാർ. ഇത്തരം ചിറകൾ ദീർഘകാലം നിലനിൽക്കുന്നതും വെള്ളത്തിന്റെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ച് ക്രമീകരിക്കാവുന്നവയുമാണ്. പരമ്പരാഗതമായ തടി കൊണ്ടുള്ള ക്രോസ് ബാറുകൾക്ക് പകരം ഷീറ്റുകൾ കൊണ്ട് ചിറകെട്ടി മാതൃകയാകുകയാണ് ചീമേനി പോത്താംകണ്ടത്തെ ഡോക്ടർ ശ്രീകുമാർ. ഇത്തരം ക്രോസ് ബാറുകൾ ദീർഘകാലം നിലനിൽക്കുന്നതും വെള്ളത്തിന്റെ ഉയർച്ച താഴ്ചകൾക്കനുസരിച്ച് ക്രമീകരിക്കാവുന്നതുമാണ്. GI പൈപ്പുകളും ഷീറ്റുകളുമാണ് ഇതിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിലവിൽ മിക്കയിടത്തും പലകകൾ കൊണ്ടുള്ള ക്രോസ് ബാറുകളാണുള്ളത്. ഇതാകട്ടെ വേഗം നശിച്ചു പോകുകയോ ആർക്കെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകാനോ സാധിക്കും. പുതിയ കാലം പുതിയ തരത്തിലുള്ള നവീകരണം ആവശ്യപ്പെടുകയാണ്. ഇത്തരം ക്രോസ് ബാറുകൾ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ അഴിച്ചുമാറ്റുകയും ചെയ്യാം. ഇവിടെ മുൻപ് കാട്ടുമരങ്ങളും കാട്ടുമരത്തിന്റെ തോലും മണ്ണും ഒക്കെ വെച്ചുകൊണ്ടുള്ള ചെറിയായിരുന്നു പണ്ട് കാലത്ത് കെട്ടിക്കൊണ്ടിരുന്നത്. അതിനുശേഷം നാട് മുഴുവൻ റബ്ബറായിട്ട് മാറിയതോടുകൂടി മരത്തിന്റെ തോലില്ലാതെയായി. അതിനുശേഷം മാവും തോട്ടത്തിലെ മാവ് മുറിച്ച് പലകകളാക്കിയിട്ട് പലകനെ കൊണ്ട് ചിറകെട്ടി. ആ പലകയൊക്കെ വലിയ വെള്ളത്തിൽ ഒലിച്ചു പോയി. അതിനുശേഷമാണ് ഈ തകരപ്പാളിയെ കൊണ്ടുള്ള ചിറകെട്ടുന്നത്. ആ ചിറ ഒരു വിജയമായതിനോട് കൂടിയിട്ട് അത് രണ്ടുപേരാണത് വികസിപ്പിച്ചെടുത്തത്. നാരായണൻ നമ്പീശനും ഗോവിന്ദൻ നമ്പീശനും. ഈ രണ്ടാം വളം നെൽകൃഷിക്ക് വേണ്ടിയിട്ടാണ് വള്ളം ചിറ കെട്ടിക്കൊണ്ടിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചികിത്സയിലുള്ള രോഗി ആശുപത്രി വാർഡിൽ തൂങ്ങി മരിച്ച നിലയിൽ. പെരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 83-ാം വാർഡിലെ ശുചിമുറിയിലാണ് കാസർഗോഡ് ബന്തെടുക്ക സ്വദേശി വിനോദിനെ ബുധനാഴ്ച പുലർച്ചെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ചികിത്സയിലുള്ള രോഗി ആശുപത്രി വാർഡിൽ തൂങ്ങി മരിച്ച നിലയിൽ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 83-ാം വാർഡിലെ ശുചിമുറിയിലാണ് കാസർഗോഡ് ബന്തെടുക്ക സ്വദേശി വിനോദിനെ ബുധനാഴ്ച പുലർച്ചെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. ഉടൻ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു. 2 ദിവസം മുൻപാണ് ചികിത്സക്കായി ഇയാളെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കണ്ണിന് കുളിർമയേകുന്ന അലങ്കാര മത്സ്യങ്ങളുടെ ലോകം ഇന്ന് അമ്പരപ്പിക്കുന്നതും അത്ഭുതം ജനിപ്പിക്കുന്നതുമാണ്. അലങ്കാര മത്സ്യം വളർത്തൽ ഇന്ന് വലിയ കച്ചവടമായി വളർന്നു കഴിഞ്ഞു. തോടുകളിലും പുഴയിലും കണ്ടുശീലിച്ച മത്സ്യങ്ങളല്ല ഇന്ന് നമ്മുടെ സ്വീകരണ മുറിയിലെ ചില്ലുകൂട്ടിൽ വന്നു നിറയുന്നത്. കണ്ണിന് കൗതുകം പകരുന്ന വർണ്ണപ്രപഞ്ചമൊരുക്കുന്ന അനവധി മത്സ്യങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. അലങ്കാര മത്സ്യങ്ങളിൽ ഗപ്പികൾക്കും വിഡോ ടെട്രകൾക്കും എക്കാലത്തും വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. വെളുത്ത നിറത്തിൽ ചെകിളയ്ക്ക് പിന്നിൽ നേർത്ത കറുത്ത വരകളോടുകൂടിയ മീനുകളെ വിധവകൾക്ക് സമ്മാനമായിട്ടാണ് മത്സ്യപ്രേമികൾ കണ്ടത്. പിന്നീട് ബ്രീഡിങ്ങിലൂടെ ഇവയ്ക്ക് അനേകം വർണ്ണങ്ങളുണ്ടായി. ഗോൾഡ് ഫിഷ്, ഫൈറ്റർ, കോയിക്കാർപ്പ്, മോളി, പ്ലാറ്റി, ഫ്ലവർ ഫോൺ എന്നിങ്ങനെ നീളുന്നു അലങ്കാര മത്സ്യങ്ങളുടെ നിര. ഫോട്ടോഗ്രാഫി കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രചാരമുള്ള ഹോബി കൂടിയാണ് അലങ്കാര മത്സ്യങ്ങളെ വളർത്തൽ. ഇതുകൊണ്ട് തന്നെയാണ് ഇത് വലിയൊരു വ്യവസായമായി പടർന്നു പന്തലിച്ചതും. പ്രസവിക്കുന്നതും മുട്ടയിടുന്നതുമായ മത്സ്യവിഭാഗങ്ങളുണ്ട്. വർണ്ണവൈവിധ്യവും രൂപലാവണ്യവും നിറഞ്ഞ ഈ മത്സ്യങ്ങൾ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറച്ച് ആനന്ദം പകരാതിരിക്കില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. രോഗപ്രതിരോധ ഗുണമുള്ള ഔഷധങ്ങളിൽ കറ്റാർവാഴ മുൻനിരയിലാണുള്ളത്. ഇതിന്റെ പോള ഇടിച്ചു പിഴിഞ്ഞ് ഉണക്കിയെടുക്കുന്നതാണ് ചെന്നിനായകം. പൊള്ളലിന് കൺകണ്ട ഔഷധമാണ് കറ്റാർവാഴ. രോഗപ്രതിരോധ ഗുണമുള്ള ഔഷധങ്ങളിൽ കറ്റാർവാഴ മുൻനിരയിലാണുള്ളത്. ഇതിന്റെ പോള ഇടിച്ചു പിഴിഞ്ഞ് ഉണക്കിയെടുക്കുന്നതാണ് ചെന്നിനായകം. പൊള്ളലിന് കൺകണ്ട ഔഷധമാണ് കറ്റാർവാഴ. ലില്ലിയേസി കുടുംബത്തിൽപ്പെട്ട ഇതിന്റെ ശാസ്ത്രനാമം അലോവിറ എന്നാണ്. കുമാരിയാസലത്തിന്റെ പ്രധാന ചേരുവ കറ്റാർവാഴയാണ്. കുഴിനഖത്തിനും വ്രണങ്ങൾക്കും കറ്റാർവാഴ നീര് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിന്റെ ഇലയിലടങ്ങിയിരിക്കുന്നത് അലോയിൻ എന്ന ഗ്ലൂക്കോസൈഡാണ്. ഗർഭിണികളും ശരിയായ ആർത്തവമുള്ളവരും രക്താർശസുള്ളവരും ഈ ഔഷധം ഉപയോഗിക്കുന്നത് നല്ലതല്ലെന്ന് ആയുർവേദ ഡോക്ടർമാർ പറയുന്നു. കറ്റാർവാഴ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചെടിയാണ്. എല്ലാവരും കണ്ടിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് കറ്റാർവാഴ. കുമാരി എന്നാണ് ഇതിന് സംസ്കൃതത്തിൽ പറയുന്നത്. അലോയ് വെറ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. കുമാരി എന്ന പേര് ഉദ്ദേശിക്കുന്നത് തന്നെ സ്ത്രീകളെയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മരുന്നാണ് കറ്റാർവാഴ എന്ന് പറയുന്നത്.
അപ്പോൾ കുമാരി ഹോർമോൺ പ്രശ്നങ്ങൾക്ക്, അതായത് കുമാരികളുടെ സ്ത്രീകളുടെ ഹോർമോൺ പ്രശ്നങ്ങൾക്ക്, ആർത്തവ പ്രശ്നങ്ങൾക്ക്, അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിന്, കേശ സംരക്ഷണത്തിന്, എല്ലാത്തിലും വളരെയധികം പ്രാധാന്യമുള്ള ഒരു മരുന്നാണ് കുമാരി അഥവാ കറ്റാർവാഴ എന്ന് പറയുന്നത്. ലിവർ പ്രൊട്ടക്റ്റീവാണ്, അതായത് നമ്മുടെ ലിവറിൻ്റെ കരളിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം നൽകുന്ന ഒരു മരുന്നാണ് നമ്മുടെ കറ്റാർവാഴ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാതമംഗലം കല്ലറ കളരി ദേവസ്ഥാനത്ത് 75 വർഷത്തിന് ശേഷം കളിയാട്ടം ഏപ്രിൽ 10-നും 11-നും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാതമംഗലം കല്ലറ കളരി ദേവസ്ഥാനത്ത് 75 വർഷത്തിനു ശേഷം ഏപ്രിൽ 10, 11 തീയതികളിൽ കളിയാട്ടം നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് വയത്തൂർ കാലിയാർ ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നും കലവർനിറയ്ക്കൽ ഘോഷയാത്ര. രാത്രി 7 മണി മുതൽ തോറ്റങ്ങൾ. ശ്രീഭൂതം, ഭൈരവൻ. ശനിയാഴ്ച പുലർച്ചെ 4 മണിക്ക് കുട്ടിച്ചാത്തൻ, കക്കര ഭഗവതി, ഉച്ചിട്ട ഭഗവതി, വിഷ്ണുമൂർത്തി, തായ്പരദേവത, ഗുളികൻ തുടങ്ങിയ തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ കാളക്കാട്ട് നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ശുദ്ധികലശം ചടങ്ങുകൾ പൂർത്തീകരിച്ചിരുന്നു. കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കെ പി ദിവാകരൻ, കെ കെ ബാലകൃഷ്ണൻ, കെ ഇ രാഘവൻ, കെ കെ കൃഷ്ണൻ, കെ പി രാമചന്ദ്രൻ, കെ കെ കൃഷ്ണൻ ഗുരുക്കൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുന്നരു ചിറക്കര തറവാട് കളിയാട്ട മഹോത്സവം 2026 ഏപ്രിൽ 11, 12 തീയതികളിൽ നടക്കും. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി.